It's tail from let's fly, let's fly. Eight's tail frog, we're ready to rise. Legends in the shadows, we claim the skies. Walk through the dark, no fear, no disguise. We bring the heat, see the fire in our eyes. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടെയിൽ ഫ്രോഗ്. നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരു ജർമ്മൻ ഫാരി ടൈൽ മൂവി ആയിട്ടുള്ള ദ ഫാരി ടൈൽ ഓഫ് 12 മന്ത്സ് എന്ന സിനിമയാണ്. അപ്പൊ എങ്ങനെയാ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമുക്കിപ്പോ പോവാം കഥകളുടെ ആ ഒരു മാജിക്കൽ യൂണിവേഴ്സിലേക്ക്. Hey, it's tail frog. ഒരു മായാജാല ലോകത്ത് മൊത്തം 12 ഏഞ്ചൽസ് നല്ല രീതിയിൽ ജീവിച്ചു വരുന്നുണ്ടായിരുന്നു. ഈ 12 ഏഞ്ചൽസ് ആണ് നമ്മുടെ ഭൂമിയിലുള്ള ഓരോരോ മാസങ്ങളെ കൺട്രോൾ ചെയ്യുന്നത്. ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ജനുവരി മാസം ഒരു ഏഞ്ചലിന്റെ കൺട്രോൾ ആണുള്ളത്. മാസം മുഴുവനായിട്ട് എവിടെയൊക്കെ മഴ പെയ്യണം, എവിടെയൊക്കെ വെയിലടിക്കണം, എങ്ങനത്തെ പൂക്കളൊക്കെയാണ് പൂക്കേണ്ടത്, എങ്ങനത്തെ കായ്കളാണ് കായ്ക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു മാസം മുഴുവനും ഈ ഒരു ഏഞ്ചലാണ് തീരുമാനിക്കുന്നത്. ഈ ഒരു സമയത്ത് ബാക്കിയുള്ള 11 ഏഞ്ചൽസിനും ഹോളിഡേ ആണ്. അതുകൊണ്ട് തന്നെ നന്നായി റെസ്റ്റ് എടുത്ത് നല്ല പോലെ ഉറങ്ങി അങ്ങനെ എൻജോയ് ചെയ്ത് നടക്കും. ഇപ്പൊ ഈ ഒരു സ്ഥലത്ത് എല്ലാ ഏഞ്ചൽസും കൂടിയിട്ട് നല്ല ജോളിയായിട്ട് തന്നെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടേക്ക് മറ്റൊരു ഏഞ്ചൽ വരുന്നുണ്ട്. ഇവനാണ് ഫെബ്രുവരി. ഇപ്പോ ഫെബ്രുവരി ആയതുകൊണ്ട് തന്നെ ഭൂമിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവനാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇവളാണ് ജൂൺ മാസത്തിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പൊ ജൂൺ ഫെബ്രുവരിന്റെ അടുത്ത് വന്നിട്ട് പറയാണ്, നമ്മുടെ റാണി അവർക്ക് എന്തോ സുഖമില്ലെന്ന് കേട്ടിട്ടുണ്ടായിരുന്നല്ലോ, ഇപ്പോ അവർക്ക് ഓക്കെ എന്നൊക്കെ ചോദിക്കുകയാണ്. റാണിയുടെ അവസ്ഥ ഓരോ ദിവസം ചെല്ലുമ്പോഴും ഭയങ്കര മോശമായി വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അവർ ആ ഒരു അസുഖത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നേ ഇല്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. ആക്ച്വലി ഇവര് 12 പേർക്കും ഒരു രാജകുമാരി ഉണ്ടായിരുന്നു. അവളാണ് ഈ ഒരു വർഷം മുഴുവനും എല്ലാ സമയത്തിനെയും കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പോ ഒരു മാസം കഴിഞ്ഞിട്ട് വേറൊരു മാസം തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റാണി മനസ്സ് വെച്ചാലേ നടക്കുള്ളൂ. എന്നാൽ ഇപ്പൊ ആ ഒരു റാണി സുഖമില്ലാതെ ഇരിക്കുകയാണ്. കിടന്ന കിടപ്പില് അങ്ങനെ തന്നെ കിടക്കുകയാണ്. ഈ ഒരു മായാജാല ലോകത്തില് ഒരു മാജിക് ബോൾ ഉണ്ട്. അത് ഓപ്പൺ ആക്കി വെച്ചാലേ ഉള്ളൂ ഒരു മാസത്തിൽ നിന്ന് അടുത്ത മാസത്തിലേക്ക് ഷിഫ്റ്റ് ആവുള്ളൂ. എന്നാൽ റാണിക്ക് ഇതുപോലെ സുഖമില്ലാതിരിക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു ബോൾ ടോട്ടൽ ആയിട്ട് ക്ലോസ് ആയിട്ട് ഇരിക്കുകയാണ്. അത് ഓപ്പൺ ചെയ്യാനായിട്ട് ഇവർക്ക് എനർജി ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഏഞ്ചൽസിനും ഈ ഒരു കാര്യം ആലോചിച്ചിട്ട് ഒരുപാട് ടെൻഷനാണ്. ഈ ചുരുണ്ട മൂടിയുള്ള കൊട്ടയൊക്കെ പിടിച്ചു നിൽക്കുന്ന ഈ ഒരു ലേഡി ഉണ്ടല്ലോ, അവരാണ് സെപ്റ്റംബർ മാസം. ഇപ്പൊ ഫെബ്രുവരി ആണെന്നുണ്ടെങ്കിൽ അവളുടെ അടുത്ത് പറയാണ്, നീ എന്തിനാ ഇപ്പോഴും വന്നിട്ടുള്ളത്? നിന്റെ മാസം തുടങ്ങാനായിട്ട് ഇനി 3-4 ദിവസങ്ങളുണ്ട്. നീ ഇപ്പൊ പോയിട്ട് നമ്മുടെ റാണിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. എങ്ങനെങ്കിലും അവളെ ചികിത്സിച്ച് പേതാക്കിയാലേ ഉള്ളൂ ഈ ഒരു മാസത്തിൽ നിന്ന് നമുക്ക് അടുത്ത മാസത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റുക. ഇപ്പൊ ഫെബ്രുവരി അവിടെ നിന്ന് എങ്ങോട്ടേക്കോ പോകുന്നുണ്ട്. ഇവിടെ നമ്മുടെ റാണിനെ കാണിക്കുകയാണ്. ഭയങ്കര വീക്കായിട്ട് അവളുടെ സിംഹാസനത്തിൽ അങ്ങനെ ഇരിക്കുകയാണ്. ഫെബ്രുവരി ആണെന്നുണ്ടെങ്കിൽ റാണിനെ ശരിയാക്കാനായിട്ട് ഒരു സന്യാസിനെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവര് ഒരു കഷായൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ റാണിക്ക് കൊണ്ടേക്ക് കൊടുക്കുകയാണ്. ഇപ്പോ ആ ഒരു കഷായൊക്കെ എടുത്തിട്ട് നമ്മുടെ റാണി കുടിക്കുന്നുണ്ട്. എന്നിട്ട് ഫെബ്രുവരിനോട് സമയം എത്രയും ചോദിക്കുകയാണ്. എങ്ങനെങ്കിലും ഇന്ന് രാത്രി നമുക്ക് അടുത്ത മാസം തുടങ്ങി വെക്കണം, അല്ലാന്നുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ നമ്മുടെ കൈവിട്ടു പോകും. അതുകൊണ്ട് തന്നെ നീ എന്റെ ആ ഒരു മാജിക് ബോൾ എടുത്തിട്ട് വരാനായിട്ട് പറയാണ്. അതിപ്പോ ഓപ്പൺ ചെയ്യാനായിട്ട് അവർ ഭയങ്കരമായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവരുടെ ആ ഒരു പവർ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങുന്ന സമയത്ത് അവിടെ ഒരു സന്യാസി ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ, അവൻ ഫ്രോസ്റ്റ് ജെയിന്റ് ആണ്. ആ ഒരു ഗ്രൂപ്പിൽപ്പെട്ട ആളാണ് ഇവനാണ് നമ്മുടെ ഈ ഒരു പടത്തിന്റെ മെയിൻ ആയിട്ടുള്ള വില്ലനാണെന്നുണ്ടെങ്കിൽ അവന്റെ പവേഴ്സ് യൂസ് ചെയ്തിട്ട് റാണിനെ വീക്ക് ആക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റാണിക്കിപ്പോ അവരുടെ ആ ഒരു മാജിക് അത് പുറത്തെടുക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. വീണ്ടും ഭയങ്കര വീക്കായിട്ട് അവിടെ തന്നെ അങ്ങനെ ക്ഷീണിച്ച് കിടക്കുകയാണ്. റാണി വളർത്തുന്ന ഒരു നായയുണ്ട്. ഇവന്റെ പേര് ആന്റണി എന്നാണ്. ഈ ഒരു സമയത്ത് ആന്റണി ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ വില്ലനെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് കുറയ്ക്കുകയാണ്. ഇപ്പോ ജൂണ് അവിടെയൊക്കെ തപ്പി തെരഞ്ഞിട്ട് ഒരു മാജിക് ബുക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. റാണി ഫ്രോസ്റ്റ് ജെയിനിന്റെ ആ ഒരു സ്പെല്ലിലാണുള്ളത്. അവരെ ഇനി രക്ഷപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ ഒരു വഴി മാത്രമേ ഉള്ളൂ. അതെന്താന്നുള്ളത് ഈ ഒരു ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരു പ്രശ്നമുണ്ട്. ഇത് കേട്ടപ്പോ തന്നെ എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. മൊത്തം 4 ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. അത് 4 റിഡിൽസ് സോൾവ് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എന്നാൽ ഈ ഒരു കാര്യം സാധാരണ ഒരു മനുഷ്യന് മാത്രമേ പറ്റുള്ളൂ. ഇവര് ഓരോരോ റിഡിൽസ് ആയിട്ട് കണ്ടുപിടിക്കുന്ന ആ ഒരു സമയത്ത് ഏഞ്ചൽസ് പോയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യണം. എന്നാൽ ഈ ഒരു റിഡിൽസ് ഒന്നും സോൾവ് ചെയ്യുന്നതിനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യരുതെന്ന് പറയാണ്. ആ ഒരു 4 ഇൻഗ്രീഡിയൻസും ഒരുമിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ റാണിനെ സുഖപ്പെടുത്താന്ന് പറയാണ്. എന്നാൽ ഈ ഒരു കാര്യം മൊത്തം മിഡ് നൈറ്റ് 12 മണിക്കുള്ളിൽ നമ്മൾ ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട്. അത് നമുക്ക് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു മുഴുവൻ ലോകവും ആ ഒരു ഫ്രോസ്റ്റ് ജെയിന്റിന്റെ കൺട്രോളിലേക്ക് പോകും. ഇപ്പോ ഫെബ്രുവരിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവന് ഈ ഒരു വില്ലനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നേരത്തെ തന്നെ അറിയായിരുന്നു. അവനാണ് വില്ലനെ ഇങ്ങോട്ടേക്ക് കൂട്ടിയിട്ട് വന്നത് തന്നെ. എന്തിനാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലോകം മുഴുവനായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് ഇവർ രണ്ടുപേരും മാത്രമേ പാടുള്ളൂ. ഈ ഒരു റാണി മരിച്ചു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ ഇവർക്ക് ആ ഒരു സ്ഥാനം നേടിയെടുക്കാമല്ലോ. അതിനു വേണ്ടിയിട്ടാണ് ഫെബ്രുവരി ഈ ഒരു ഫ്രോസ്റ്റ് ജെയിനിനെ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോ നമ്മുടെ ഈ ഒരു റാണിയുടെ അടുക്കളയിൽ ഉണ്ടായിരുന്ന ഒരു കുക്കിനെ കാണിക്കുകയാണ്. ഇവനാണ് നമ്മുടെ ഈ ഒരു കഥയിലെ നായകൻ. ഈ ഒരു കുക്കിന് എപ്പോഴും മുട്ട സപ്ലൈനായിട്ട് അവിടേക്ക് ഒരു പെൺകുട്ടി വരുമായിരുന്നു. അവളുടെ പേര് ജീൻ എന്നാണ്. ഇവളാണ് നമ്മുടെ ഈ ഒരു പടത്തിലെ നായിക. ഹീറോയിന് ഇപ്പോ എപ്പോഴും പോലെ തന്നെ ആ ഒരു മുട്ടയൊക്കെ സപ്ലൈനായിട്ട്
പറയാനായിട്ട് അങ്ങോട്ടേക്ക് വന്നതാണ്. ഹീറോ ഇവള് കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു കാര്യങ്ങളെല്ലാം കണ്ടിട്ട് നിന്നോട് 50 മുട്ട കൊണ്ടുവരാനല്ലേ പറഞ്ഞത്, ഇത് തികച്ച് 15 പോലും ഇല്ലല്ലോ, ബാക്കിയുള്ളതൊക്കെ എപ്പോഴാണ് കിട്ടാൻ പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഈ ഒരു കൊട്ടാരം വിട്ടിട്ട് നീ പുറത്തേക്കൊന്നും പോവാറില്ലേ? ഇത് ഫെബ്രുവരി മാസമാണ്, ഭയങ്കരമായിട്ട് മഞ്ഞ് പെയ്യുന്ന ആ ഒരു സമയം. മഞ്ഞ് കാരണം എല്ലാം ഫ്രീസ് ആയിട്ട് കിടക്കുകയാണ്. എല്ലാ മൃഗങ്ങളും ഒരുപാട് പട്ടിണിയിലാണുള്ളത്. എന്റെ കയ്യിലുള്ള കോഴി ഈ ഒരു 15 മുട്ട ഇട്ടത് തന്നെ വലിയ കാര്യമായിട്ട് കാണണം. കിട്ടുന്നത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യല്ലാതെ ഈ ഒരു സമയത്ത് വേറൊരു രക്ഷയില്ലാന്ന് പറയാണ്. ഇപ്പോ വില്ലനും ഫെബ്രുവരിയും കൂട്ടിയിട്ട് ഈ ഒരു കിച്ചണിന്റെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. നീ എന്തായി ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഹീറോയിനോട് ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് ഹീറോയ്ക്കാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ദേഷ്യം വരുന്നുണ്ട്. ഞാൻ എന്താ ഉണ്ടാക്കി വെച്ചുള്ളത് നീ അന്വേഷിക്കാനായിട്ട് വരണ്ട, ഞാൻ ഉണ്ടാക്കി വെക്കുന്നതൊക്കെ നമ്മുടെ റാണിക്ക് വേണ്ടിയിട്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ വില്ലൻ നമ്മുടെ ഹീറോയിനെ പിടിച്ചിട്ട് പുറത്തേക്ക് ആക്കുന്നുണ്ട്. അവളിപ്പോ പുറത്തേക്ക് പോകുന്ന സമയത്ത് ഈ ഒരു കൊട്ടാരത്തിന്റെ ഗോഡൌണിലായിട്ട് ഒരുപാട് ക്യാരറ്റും അതുപോലെ തന്നെ ഒരുപാട് പഴങ്ങളും പച്ചക്കറികളൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് ആപ്പിളും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. കറക്റ്റ് ആ ഒരു സമയത്താണ് വില്ലനും ഫെബ്രുവരി കൂടിയിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. എന്തോ ഒരു ഭാഗ്യത്തിന് ഹീറോയിൻ ഇപ്പോ അവിടെ ഉണ്ടായിരുന്ന ഒരു ഡോറിന്റെ പുറകിലേക്ക് നേരെ കയറി ഒളിക്കുകയാണ്. എന്നാൽ ഈ ഒരു സമയത്ത് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഹീറോയിൻ കേൾക്കുന്നുണ്ട്. അവരുടെ പ്ലാനും കാര്യങ്ങളൊക്കെയാണ് അവർ സംസാരിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നത്. ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ അവൾ ഒളിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് ഇപ്പം എല്ലാം പുറത്തേക്ക് വരികയാണ്. എന്നിട്ട് വീണ്ടും ആ ഒരു ആപ്പിളും കാര്യങ്ങളൊക്കെ അടിച്ചു മാറ്റാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോ ഇങ്ങോട്ടേക്ക് വന്നിട്ട് നമ്മുടെ ഹീറോയിനെ കൈയോടെ തന്നെ പോക്കുന്നുണ്ട്. ആകെപ്പാടെ ഈ ഒരു പച്ചക്കറിയും പഴങ്ങളും മാത്രമേ എവിടെയുള്ളൂ, അതും നീ എടുത്തോണ്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ റാണിക്ക് എന്താണ് കൊടുക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അവൻ. ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ അവിടുന്ന് അടിച്ചു മാറ്റിയിട്ടുള്ള സാധനങ്ങൾ മുഴുവനും വീണ്ടും ആ ഒരു റാക്കിലേക്ക് തന്നെ വെക്കാണ്. പക്ഷേ 1-2 ആപ്പിള് അവൾ നൈസായിട്ട് തന്നെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു കൊട്ടാരത്തിലേക്ക് വന്നിട്ടുള്ള ആ സന്യാസി ഇല്ലേ, അവനെ കണ്ടപ്പോ തന്നെ എനിക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ട് എന്നൊക്കെ നമ്മുടെ ഹീറോയിനോട് ഇപ്പൊ ഹീറോയിൻ പറയാണ്. നീ വിഷയം മാറ്റാനൊന്നും നോക്കണ്ട, മര്യാദയ്ക്ക് ഇവിടുന്ന് പോയിക്കോളാനായിട്ട് പറയാണ്. ഇപ്പൊ സെപ്റ്റംബർ ജൂൺ കൂടിയിട്ട് ബാക്കിയുള്ള ഏഞ്ചൽസിനെ മുഴുവനായിട്ട് വിളിച്ചു വരുത്തുന്നുണ്ട്. റാണി ഇപ്പൊ ആ ഒരു ഫ്രോസ്റ്റ് ജെയിനിന്റെ കൺട്രോളിലാണുള്ളത്. അതിൽ നിന്നും അവരെ പുറത്തു കൊണ്ടുവരാനായിട്ട് ഒരേ ഒരു വഴിയേ ഉള്ളൂ. അവർ ഈ ഒരു ബുക്കിൽ വായിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇപ്പൊ ബാക്കിയുള്ള ഏഞ്ചൽസ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അത് ചെയ്യണം. പക്ഷേ നമുക്ക് ഒരുപാട് സമയമൊന്നുമില്ല വേസ്റ്റ് ചെയ്യാനായിട്ട്. ഇപ്പൊ ഈ ഒരു കാര്യമൊക്കെ നമ്മുടെ റാണീന്റെ അടുത്ത് പോയി പറയാനായിട്ട് ഇവർ തീരുമാനിക്കുന്നുണ്ട്. ഇപ്പൊ അവിടെ ഒരാള് തൊപ്പിയൊക്കെ വെച്ചിട്ടിരിക്കുന്നുണ്ട്. അവനാണ് മാർച്ച്. റാണി സുഖപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അടുത്തതായിട്ട് ഇവന്റെ മാസമാണല്ലോ. മാർച്ചും ജൂണും സെപ്റ്റംബറും ഇവർ 3 പേരാണ് ഇവിടുന്ന് പോകാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. ഇത് മഞ്ഞുകാലായതുകൊണ്ട് തന്നെ അവരെല്ലാരും തന്നെ സ്വെറ്ററൊക്കെ ഇട്ടിട്ട് അവിടുന്ന് മായമായിട്ട് മറഞ്ഞു പോവാണ്. ഇപ്പൊ നമ്മുടെ ഹീറോയിനെ കാണിക്കുന്നുണ്ട്. അവള് ആ ഒരു ആപ്പിൾ അവിടെ നിന്ന് അടിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നില്ലേ. ആക്ച്വലി ഇവള് ഈ ഒരു നാട്ടിലുണ്ടായിരുന്ന മൃഗങ്ങൾക്ക് ഫീഡ് ചെയ്യാനായിട്ടായിരുന്നു ആ ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അവിടെയുള്ള മാനും മൊയിലും അങ്ങനെ ഒരുപാട് മൃഗങ്ങള് അവർക്ക് കഴിക്കാനായിട്ട് ഒന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ ഭയങ്കര പട്ടിണിയിലായിരുന്നു. ഇവളുടെ കയ്യിലുണ്ടായിരുന്ന ആപ്പിള് പകുതിയായിട്ട് കട്ട് ചെയ്തിട്ട് അവിടെ ഉണ്ടായിരുന്ന മൃഗങ്ങൾക്ക് ഇവള് കൊടുക്കുന്നുണ്ട്. 3 ഏഞ്ചൽസും ഇപ്പൊ അവളുടെ അടുത്തേക്ക് വന്നിട്ട് ലാൻഡ് ചെയ്യുന്നുണ്ട്. സെപ്റ്റംബറിനാണെന്നുണ്ടെങ്കിൽ ഇവള് ചെയ്യുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പോ അവരാണെന്നുണ്ടെങ്കിൽ അവരുടെ മാജിക് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഹീറോയിൻ ഇരിക്കുന്ന ഭാഗത്തേക്ക് ഊതാണ്. അതേ സമയത്ത് തന്നെ ആ ഒരു മാന്റെ തൊട്ടടുത്തായിട്ട് ഒരുപാട് പുല്ലുണ്ടാവുന്നുണ്ട്. ഇപ്പോ അതുപോലെ തന്നെ കഴിക്കാനായിട്ടുള്ള ആപ്പിളും നട്ട്സ് ഒക്കെ ഉണ്ടാവുകയാണ്. നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് നല്ല രീതിയിൽ ഷോക്ക് ആവുന്നുണ്ട്. എങ്ങനെയാണ് ഇതൊക്കെ ഇവിടെ വന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും അവർക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ നമ്മുടെ റാണീനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്തേക്ക് നമ്മുടെ വില്ലനും അതുപോലെ തന്നെ ഫെബ്രുവരിയും വന്നിട്ടുണ്ട്. അത് മാത്രമല്ല അവിടേക്ക് നമ്മുടെ 3 ഏഞ്ചൽസും വന്നിട്ടുണ്ട്. ആന്റണി ആണെന്നുണ്ടെങ്കിൽ ഇവർ 3 പേരെയും അവിടെ പോയിട്ട് വെൽക്കം ചെയ്യുന്നുണ്ട്. മാർച്ച് ഫെബ്രുവരിയോട് ആരാണ് ഇതെന്ന് ചോദിക്കുന്നുണ്ട്. ഇവരൊരു വലിയ സന്യാസിയാണ്, നമ്മുടെ രാജ്ഞിനെ രക്ഷിക്കാനായിട്ട് ഞാൻ കൂട്ടിക്കൊണ്ട് വന്നെന്ന് പറയുന്നുണ്ട്. റാണി ഫ്രോസ്റ്റ് ജെയിനിന്റെ കൺട്രോളിലാണുള്ളത്, അതുകൊണ്ട് തന്നെ വേറെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. അവരെ രക്ഷിക്കാനായിട്ടുള്ള മരുന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ ഒരു മാജിക് ബുക്കിലാണ് ഞങ്ങൾ അത് കണ്ടുപിടിച്ചെന്ന് പറയാണ്. റാണി ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ മെല്ലെ എണീറ്റ് വരുന്നുണ്ട്. എന്നെ എന്റെ ത്രോണിലേക്ക് കൊണ്ടുപോകും, അവിടെ വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തീരുമാനിക്കാന്ന് പറയാണ്. മാർച്ച് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ റാണീനെ തൂക്കിയെടുത്തിട്ട് അവരുടെ സിംഹാസനത്തിൽ കൊണ്ടിരുത്തുന്നുണ്ട്. ജൂണ് ആ ഒരു ബുക്കിൽ വായിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ഇപ്പോ അവരോട് പറയാണ്. എന്നാൽ വില്ലനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ നിങ്ങൾക്ക് തരുന്ന കഷായം ഉണ്ടല്ലോ അത് റെഗുലർ ആയിട്ട് കഴിച്ചാൽ മതി, എല്ലാം സെറ്റ് ആവുമെന്ന് പറയാണ്. ഇത് കേട്ടിട്ട് റാണിയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇത്രയും ഇതുവരെ വീക്ക് ആയിട്ടില്ല, ചിലപ്പോ അവർ പറയുന്നതൊക്കെ ശരിയായിരിക്കും. അത് മാത്രമല്ല നമുക്ക് ഒരുപാട് സമയമൊന്നും നമ്മുടെ മുന്നിലില്ല. സാധാരണപ്പെട്ട ഏതെങ്കിലും മനുഷ്യന്മാരെ നിങ്ങൾ ഇങ്ങോട്ടേക്ക് കൂട്ടിയിട്ട് വാ, ആ ഒരു ഇൻഗ്രീഡിയൻസിനെ നമുക്ക് എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചേ മതിയാവുള്ളൂ എന്ന് പറയാണ്. സെപ്റ്റംബർ ഇപ്പൊ പറയാണ്, ഞങ്ങൾ വരുന്ന വഴിക്ക് നല്ലൊരു പെൺകുട്ടീനെ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു പെണ്ണ് ഈ ഒരു കാര്യത്തിന് കറക്റ്റ് ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. വില്ലനാണെന്നുണ്ടെങ്കിൽ ആ ഒരു പെണ്ണോ അവളൊന്നും സെറ്റ് ആവില്ല എന്ന് പറയാണ്. ഈ ഒരു കാര്യങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരാളെ ഞാൻ നിങ്ങൾക്ക് തരാന്ന് പറഞ്ഞിട്ട് വില്ലൻ അവിടുന്ന് പോകുന്നുണ്ട്. ആക്ച്വലി നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു കൊട്ടാരം വിട്ടിട്ട് അധികം പുറത്തേക്ക് പോയിട്ടില്ല. സോ അവനെ ഈ ഒരു മിഷൻ കൊടുത്ത് വിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൻ പെടും. അവൻ ഒരിക്കലും ആ ഒരു ഇൻഗ്രീഡിയൻസ് കണ്ടുപിടിച്ച് കൊണ്ടുവരാനായിട്ട് പറ്റില്ല എന്ന് നമ്മുടെ വില്ലൻ അറിയാമായിരുന്നു. അതുകൊണ്ട് ഈ ഒരു വില്ലൻ നേരെ നമ്മുടെ ഹീറോന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അവനെ കൂട്ടിയിട്ട് രാജ്ഞിയുടെ മുന്നിലേക്ക് വരികയാണ്. ഇതേ സമയത്ത് സെപ്റ്റംബർ പോയിട്ട് നമ്മുടെ ഹീറോയിനെയും കൂട്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാര്യത്തിന് ഇവളാണ് കറക്റ്റ് ആയിരിക്കുക എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ വില്ലനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യത്തിന് നമ്മുടെ ഹീറോ തന്നെയാണ് നല്ലതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും തർക്കിച്ചുകൊണ്ട് തന്നെ ഈ ഒരു രാജ്ഞി ഇപ്പൊ പറയാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവർ രണ്ടുപേരും ഒരുമിച്ച് പോട്ടെ, എന്നിട്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി കൊണ്ടുവരട്ടെ എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഹീറോന്റെ കയ്യിലേക്ക് ഒരു വാച്ച് കൊടുക്കുന്നുണ്ട്. മിഡ് നൈറ്റിന് ഇത് വെറും 6 മണിക്കൂറാണുള്ളത്. അതിനുള്ളിൽ ആ ഒരു ഇൻഗ്രീഡിയൻസ് കണ്ടുപിടിക്കണം എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ആ ഒരു മാജിക് ബുക്കിന്റെ പേജ് കീറിയിട്ട്
നമ്മുടെ ഹീറോയിന്റെ അടുത്തേക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് ഇതിന്റെ അകത്ത് ആ ഒരു 4 റിഡിൽസും ഉണ്ട്. മാർച്ച് മാസം തുടങ്ങണോ വേണ്ടിയോ എന്ന് ഇനി നിങ്ങളാണ് തീരുമാനിക്കുന്നത്. എങ്ങനെയെങ്കിലും സമയത്തിന് ആ ഒരു ഇൻഗ്രീഡിയൻസ് കണ്ടുപിടിക്കണേന്ന് പറഞ്ഞിട്ട് അവരിപ്പോ അവിടുന്ന് പറഞ്ഞു വിടുകയാണ്. ഇപ്പൊ നമ്മുടെ ഹീറോയിനും ആ ഒരു പേപ്പർ വാങ്ങി പുറത്തേക്ക് വരുന്നുണ്ട്. ഈ ഒരു 3 ഏഞ്ചൽസ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോവാണ്. ഇപ്പൊ ഫെബ്രുവരി വില്ലനും ജനലിൽ കൂടെ നമ്മുടെ ഹീറോയിനെയും നോക്കി അങ്ങനെ നിൽക്കുകയാണ്. തീർച്ചയായിട്ടും അവരെ കൊണ്ട് ഈ ഒരു റിഡിൽസ് ഒന്നും സോൾവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇവര് ഒരു ഇൻഗ്രീഡിയൻസ് പോലും കണ്ടുപിടിക്കാനായിട്ട് പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ടോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോ ഒരു സീനില് നമ്മുടെ ഹീറോയിൻ ഒരു മാനിന് ആപ്പിൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു ഭാഗത്തേക്ക് വരികയാണ്. എന്നിട്ട് ഈ ഒരു റിഡിൽ മൊത്തം അവർ അവിടെ നിന്ന് വായിച്ചു നോക്കുന്നുണ്ട്. ആദ്യത്തെ റിഡില് ഒരു പൂവിനെ പറ്റിയാണ് പറയുന്നത്. ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആ ഒരു സമയം നോക്കുന്നുണ്ട്. 1 മണിക്കൂറാണ് ഇപ്പൊ ചെലവായി പോയത്. എത്രയും പെട്ടെന്ന് ഈ ഒരു റിഡിൽ സോൾവ് ചെയ്യണമെന്ന് പറയാണ്. ഇപ്പോ ആ ഒരു പൂവ് ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു കാട് മുഴുവനും അവർ തെരഞ്ഞു നോക്കുന്നുണ്ട്. ഈ ഒരു കാട്ടിന്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഫോഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും വേർപിരിഞ്ഞു പോവാണ്. ഇവരുണ്ടാക്കുന്ന ശബ്ദം മാത്രമേ ഓപ്പോസിറ്റുള്ള ആൾക്കാർക്ക് കേൾക്കുന്നുണ്ടായിരുന്നുള്ളൂ. അതല്ലാതെ ഇവർ എവിടെയാന്നുള്ളത് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഓക്കെ നമ്മൾ നേരെ മുന്നോട്ടേക്ക് പോവാം. ഈ ഒരു ഫോഗെല്ലാം പോയതിനു ശേഷം നമുക്ക് ഒരുമിക്കാന്ന് പറയാണ്. ഹീറോയിനും ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മുന്നോട്ടേക്ക് നടക്കുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു കുഴിന്റെ ഉള്ളിലേക്ക് നമ്മുടെ ഹീറോയിൻ വീഴാണ്. നമ്മുടെ ഹീറോയിന് എത്ര ശ്രമിച്ചിട്ടും മേലേക്ക് കയറി വരാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അവള് മെല്ലെ ഈ ഒരു കുഴിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പൊ ഹീറോയിനെ ഉറക്കെ അലറി കൂവി അവള് വിളിക്കുന്നുണ്ട്. നീ ഒച്ചയുണ്ടാക്കുന്നത് ഒരിക്കലും നിർത്തരുത്, ഇങ്ങനെ ഒച്ചയുണ്ടാക്കിക്കൊണ്ടേ ഇരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് നിന്നെ കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അവനിപ്പോ ഒരു വിധത്തിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിട്ട് അവൾ നിൽക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവളുടെ ശബ്ദം കേട്ടിട്ടാണ് ഇവന് ഈ ഒരു ഭാഗത്ത് എത്തിയത്. അവനിപ്പോ വേഗം നമ്മുടെ ഹീറോയിനെ പിടിച്ചു വലിച്ചിട്ട് ആ ഒരു കുഴിയുടെ ഉള്ളിൽ നിന്ന് കയറ്റുന്നുണ്ട്. അങ്ങനെ ഒരു വിധത്തിൽ അവൾ രക്ഷപ്പെട്ടിട്ടുണ്ട് ഇപ്പോ. എന്നാൽ ഈ ഒരു സമയത്താണ് നമ്മുടെ ഹീറോയിൻ വേറൊരു കാര്യം ആലോചിക്കുന്നത്. ഇവള് വീണ്ടും പോയിട്ടുള്ള ആ ഒരു കുഴിക്കും അതുപോലെ തന്നെ ഈ ഒരു റീഡിലും തമ്മിൽ എന്തോ ഒരു ബന്ധം ഉണ്ടായിരുന്നു. ഈ ഒരു റീഡിലിന്റെ ആൻസർ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ ഒരു സ്റ്റൈലിലുള്ള പൂവാണ് അതിൽ പറയുന്നത് എന്നുള്ളത് നമ്മുടെ ഹീറോയിൻ ഇപ്പൊ പറയാണ്. ഇപ്പൊ ഈ ഒരു കാര്യം അറിഞ്ഞിട്ട് ആ ഒരു 11 ഏഞ്ചൽസും അവർ നിൽക്കുന്ന ആ ഒരു സ്ഥലത്തുള്ള മാജിക്കൽ ബോളിനെ ചുറ്റി നിൽക്കുന്നുണ്ടായിരുന്നു. ഹീറോയിൻ ആ ഒരു റീഡിലിന്റെ ആൻസർ കണ്ടുപിടിച്ചതും ഈ ഒരു ബോള് പച്ച കളറിൽ ഇങ്ങനെ തിളങ്ങാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ എല്ലാവർക്കും തന്നെ ഒരുപാട് ഹാപ്പി ആവുന്നുണ്ട്. ആ ഒരു റീഡില് അവർ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ചാടി തുള്ളുകയാണ്. ജൂണിലെ അവള് ഞാൻ പോയിട്ട് അവർക്ക് അത് കൊടുത്തിട്ട് വരാന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ഹീറോയിന്റെ അടുത്തേക്ക് അവർ വന്നേക്കാണ്. ഹീറോയ്ക്കാണെന്നുണ്ടെങ്കിൽ ജൂണിനെ കണ്ടപ്പോ നല്ല രീതിയിൽ സന്തോഷമാവുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ശരിയായിരുന്നല്ലേ, ആദ്യത്തെ റിഡിലിന്റെ ആൻസർ ഇത് തന്നെ ആയിരുന്നല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. ജൂൺ ചിരിച്ചിട്ട് അവളുടെ മാജിക് ഉപയോഗിച്ചിട്ട് ഈ ഒരു പൂവ് അവിടെ ഇപ്പൊ സൃഷ്ടിക്കുന്നുണ്ട്. ഹീറോയിൻ ജൂണിന്റെ മാജിക് മൂലം ഉണ്ടായിട്ടുള്ള ആ ഒരു പൂവിനെ അവിടുന്ന് പറിച്ചെടുക്കുകയാണ്. അവിടുന്ന് നേരെ ഹീറോയിനെ കൂട്ടിയിട്ട് ആ ഒരു കൊട്ടാരത്തിലേക്ക് പോവാണ്. ഇപ്പൊ നമ്മുടെ വില്ലനെ ഫെബ്രുവരി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രാജ്യം എന്റെ കൺട്രോളിലേക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താനായിട്ടുണ്ട്. ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ അവനിങ്ങനെ വീരവാദം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഫെബ്രുവരിക്ക് ആണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ഷോക്ക് ആകുന്നുണ്ട്. നിന്റെ കൺട്രോളിലേക്ക് വന്നതിന് ശേഷോ നിന്റെ കൺട്രോളിൽ നിന്ന് നീ പറയരുത്, നമ്മളുടെ കൺട്രോളിൽ നിന്ന് നീ പറ എന്നിങ്ങനെ പറയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ഹീറോയിൻ കൂടിയിട്ട് ആ ഒരു ഭാഗത്തേക്ക് വരുന്ന കാര്യം ഇവർ അറിയാണ്. ഈ ഒരു കാര്യം കണ്ടപ്പോ തന്നെ നമ്മുടെ വില്ലന് ഒരുപാട് ഷോക്ക് ആവുന്നുണ്ട്. ഇപ്പൊ ഹീറോയിൻ കൂടിയിട്ട് നേരെ ആ ഒരു കൊട്ടാരത്തിന്റെ ഉള്ളിലേക്ക് വരികയാണ്. വില്ലൻ വന്നിട്ട് ഇതാണോ ഫസ്റ്റ് റീഡിലുള്ള ആ ഒരു ഉത്തരം, ഒന്ന് താ നോക്കട്ടെ എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ ഹീറോയിൻ ആ ഒരു പൂവ് നമ്മുടെ സന്യാസിക്ക് കൊടുക്കാനായിട്ട് തയ്യാറല്ലായിരുന്നു. എനിക്ക് നിന്നെ ഒട്ടും വിശ്വാസമില്ല, ഞാൻ റാണിന്റെ അടുത്ത് കൊണ്ടേ കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് അവളിപ്പോ ആ ഒരു പൂവായിട്ട് നേരെ റാണിന്റെ അടുത്തേക്ക് പോവാണ്. ഇപ്പൊ റാണിക്ക് ആ ഒരു പൂവ് കൊടുത്തിട്ട് ഇതാണ് ഫസ്റ്റ് റീഡിലുള്ള ആ ഒരു ആൻസർ എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ റാണിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പൂവ് നമ്മുടെ വില്ലന്റെ അടുത്താണ് കൊടുത്തത്. എന്നിട്ട് ഇത് സേഫ് ആയിട്ട് കൊണ്ടുപോയി വെക്കാൻ പറയുന്നുണ്ട്. എന്നാൽ ഈ ഒരു കാര്യമൊക്കെ കണ്ടിട്ട് ആന്റണി ഇപ്പൊ ഭയങ്കരമായിട്ട് കുറയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഹീറോയ്ക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം കണ്ടു കഴിഞ്ഞപ്പോ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലാവാണ്. ഹീറോ ഇപ്പോ വില്ലന്റെ അടുത്തുണ്ടായിരുന്ന ആ ഒരു പൂവ് വാങ്ങിയിട്ട് ഇത് ഞാൻ കൊണ്ടുപോയിട്ട് സേഫ് ആയിട്ട് വെച്ചോളാം എന്ന് പറയാണ്. ഇപ്പോ അവിടെ ഉണ്ടായിരുന്ന ഒരു ബൗളില് ഈ ഒരു പൂവ് കൊണ്ട് വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ആന്റണീനെ അതിന് കാവല് നിർത്തുകയാണ് അവിടെ. ഇനി അധികം നേരം നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ടില്ല, ബാക്കിയുള്ള റൈഡിലും കൂടി കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞിട്ട് അവരിപ്പോ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ വില്ലൻ വന്നിട്ട് ആ ഒരു പൂവ് എടുക്കാനായിട്ട് നോക്കുകയാണ്. എന്നാൽ ആന്റണി അതിന് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അവനിപ്പോ ഭയങ്കരമായിട്ട് കുറച്ചിട്ട് നമ്മുടെ വില്ലനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ വേറെ രക്ഷയില്ലാത്തതുകൊണ്ട് തന്നെ വില്ലനും അതുപോലെ തന്നെ ഫെബ്രുവരിയും അവിടുന്ന് പോകുന്നുണ്ട്. ഇപ്പൊ കഴിക്കാനായിട്ട് കുറച്ച് നട്ട്സും അതുപോലെ തന്നെ ഇച്ചിരി ഇറച്ചിയൊക്കെ ആയിട്ട് അവര് ആ ഒരു കൊട്ടാരത്ത് നിന്ന് ബാക്കിയുള്ള റിഡിൽസ് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നുണ്ട്. ഇപ്പൊ നമ്മൾ മാർച്ചിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്തതായിട്ട് ഇവർ ആ ഒരു റിഡിൽ കണ്ടുപിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് മാർച്ചാണ് പോകേണ്ടത്. ഇവനാണെന്നുണ്ടെങ്കിൽ ക്യാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇഷ്ടമാണ്. അതേപോലെ കൂടെ ഒരു പെണ്ണ് നിൽക്കുന്നില്ലേ, ഇവളുടെ പേര് ഏപ്രിൽ എന്നാണ്. മാർച്ചും ഏപ്രിലും തമ്മിൽ ചെറിയൊരു റിലേഷനിലാണ്. അതുകൊണ്ട് തന്നെ ഏപ്രിലിനെ വിളിച്ചിട്ട് ഈ ഒരു ക്യാപ്പ് നല്ലതാണോ മറ്റേ ക്യാപ്പ് നല്ലതാണോ അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ നമ്മുടെ ടീംസിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് ഏത് ക്യാപ്പ് വെച്ചിട്ട് പോകണമെന്നാണ് ഇവർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ക്യാപ്പ് നല്ല രസമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഈ ഒരു ക്യാപ്പാണ് നിനക്ക് ഇഷ്ടപ്പെട്ടുള്ളത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ക്യാപ്പ് ഞാൻ വെക്കാനായിട്ട് പോകുന്നില്ല. എന്നിട്ട് വേറൊരു ക്യാപ്പ് അവൻ കയ്യിലെടുത്ത് വെക്കുന്നുണ്ട്. ഇതാണ് എനിക്ക് ഇഷ്ടമായി എന്ന് പറയാണ്. ഇപ്പൊ നമ്മുടെ പടത്തിന്റെ വില്ലൻ ഫെബ്രുവരിന്റെ അടുത്ത് പോയിട്ട് പകുതി സമയം കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ അവർ ആ ഒരു ഫസ്റ്റ് ഇൻഗ്രീഡിയന്റ് പോലും കണ്ടുപിടിക്കാനായിട്ട് പാടില്ലായിരുന്നു. നീ പോയിട്ട് മഞ്ഞ് പെയ്ക്കേ, ആ ഒരു തണുപ്പില് അവർക്ക് എന്തായാലും ഇനി മുന്നോട്ടേക്ക് പോകാനായിട്ട് സാധിക്കില്ല എന്നിങ്ങനെ ഫെബ്രുവരിനോട് ആ ഒരു വില്ലൻ പറയുന്നുണ്ട്. ഫെബ്രുവരിയും നേരെ ജനലിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അവന്റെ കൈയാണെന്നുണ്ടെങ്കിൽ മുകളിലേക്ക് ഉയർത്തിയിട്ട് ഭയങ്കര
ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് ഇങ്ങനെ ആട്ടാണ്. ആ ഒരു സ്ഥലത്ത് ലൈറ്റ് ആയിട്ട് മഞ്ഞ് പെയ്യാനായിട്ട് ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടിട്ട് നമ്മുടെ വില്ലനാണെന്നുണ്ടെങ്കിൽ എടാ ഇത്രയൊന്നും പോരാ, കുറച്ച് അധികം വേണം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഇപ്പോ ഫെബ്രുവരി ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര എഫേർട്ട് എടുത്തിട്ട് അവന്റെ രണ്ട് കൈയും യൂസ് ചെയ്തിട്ട് ഒരുപാട് മഞ്ഞ് ആ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഹീറോയിനെയും നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പോകുന്ന ആ ഒരു ഭാഗത്തേക്ക് ഒരുപാട് മഞ്ഞ് ഇങ്ങനെ അടിക്കുന്നുണ്ട്. ഇവർ കാണുന്നുണ്ടെങ്കിൽ ഒട്ടും നടക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ഹീറോയി ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു അടുപ്പിന്റെ അടുത്ത് നിന്ന് ജോലി ചെയ്യുന്ന ആ ഒരു ജോലി ആയതുകൊണ്ട് തന്നെ പുറത്തിറങ്ങിയിട്ട് അധികം തണുപ്പൊന്നും അടിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അവനിപ്പോ അവിടെ തന്നെ അങ്ങനെ നിൽക്കുകയാണ്. എടാ നീ എന്താ ഇങ്ങനെ നിൽക്കുന്നത്, നമുക്ക് ഇനി ഒട്ടും സമയമില്ല, എത്രയും പെട്ടെന്ന് ആ ഒരു റിഡിൽ സോൾവ് ചെയ്യണമെന്ന് പറയാണ്. എനിക്ക് ഈ ഒരു തണുപ്പ് അധികം സഹിക്കാനായിട്ട് പറ്റുന്നില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്താ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ആ ഒരു ഭാഗം മുഴുവൻ അങ്ങനെ ചുറ്റി നോക്കുന്നുണ്ട്. ഇപ്പോ ഇവർക്ക് കയറി നിൽക്കാൻ ഭാഗത്തിന് ഒരു സ്ഥലം അവള് കണ്ടുപിടിക്കുകയാണ്. നേരെ നമ്മുടെ ഹീറോയിനെ കൂട്ടിയിട്ട് ആ ഒരു ഭാഗത്ത് കൊണ്ടിരുത്താണ്. ഈ ഒരു മഞ്ഞ് വീഴ്ച കുറച്ചൊന്ന് നിൽക്കട്ടെ, എന്നിട്ട് വേണം നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറയുന്നുണ്ട്. ഇങ്ങനെ രണ്ടുപേരും റെസ്റ്റ് എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ഹീറോയിൻ എനിക്ക് ഒരുപാട് വിശക്കുന്നുണ്ടെന്ന് പറയാണ്. നട്ട്സ് എന്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്, നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുകയാണ്. ഇപ്പോ അവൾ ആ ഒരു നട്ട്സ് വാങ്ങിയിട്ട് നട്ട്സ് കഴിക്കാനായിട്ട് കയ്യിലേക്ക് തട്ടുകയാണ്. എന്നാൽ ഈ ഒരു സമയത്താണ് രണ്ടാമത്തെ റീഡിൽ അവൾ കൃത്യമായിട്ട് കണ്ടുപിടിക്കുന്നത്. രണ്ടാമത്തെ റീഡിലിന്റെ ആൻസർ സ്ട്രോബെറിയാണ്. സ്ട്രോബെറിയാണ് രണ്ടാമത്തെ റീഡിലിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഹീറോയിൻ ഇതുപോലെ കണ്ടുപിടിച്ചതും ആ ഒരു ബോള് പച്ചയെന്ന് മഞ്ഞ കളറിലേക്ക് മാറുകയാണ്. എന്നാൽ ഈ ഒരു സ്ഥലത്ത് ചുറ്റും ആരും നിൽക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം ആരും അറിയുന്നേ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു ഏഞ്ചൽസും വരാത്തത് കൊണ്ട് തന്നെ ഇവർ കണ്ടുപിടിച്ചിട്ടുള്ള ആ ഒരു ആൻസർ അത് തെറ്റായിരിക്കും എന്ന് വിചാരിക്കുകയാണ്. ഏഞ്ചൽസിന്റെ സ്ഥലത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോ ആ ഒരു ജൂൺ ഉണ്ടല്ലോ, അവള് അവിടെ വന്നിട്ട് ഈ ഒരു ബോൾ തിളങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോ ആ ഒരു ഭാഗത്തൊക്കെ നോക്കിയിട്ട് ഉറക്കെ ഇങ്ങനെ വിളിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ശബ്ദം കേട്ടിട്ടാണ് സെപ്റ്റംബർ അങ്ങോട്ടേക്ക് ഓടി വന്നത്. ഈ മാർച്ച് ഇത് എവിടെ പോയി കിടക്കാണ്, ഇവനിപ്പോ പോകേണ്ട സമയമായിട്ടെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇത് ഇപ്പൊ മാർച്ച് അകത്തുനിന്ന് മെല്ലെ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. എവിടെ പോയി കിടക്കായിരുന്നേ, അടുത്തതായിട്ട് നീയാണ് പോകേണ്ടത്, വേഗം പോയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്നു പറയുന്നുണ്ട്. മാർച്ചും ഏപ്രിലിൽ ഒരു കിസ്സൊക്കെ കൊടുത്തിട്ട് അവിടുന്ന് പോവുകയാണ്. എന്നാൽ കാറ്റടിച്ചിട്ട് ഇവന്റെ ആ ഒരു തൊപ്പി പറന്നു പോകുന്നുണ്ട്. ഇപ്പൊ ഹീറോയിൻ ഇരിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് ആ ഒരു തൊപ്പി വീഴുവാണ്. ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർച്ചും അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അവരിപ്പോ ആ ഒരു തൊപ്പി എടുത്ത് വെക്കുകയാണ്. നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ള രണ്ടാമത്തെ റീഡിലിന്റെ ആൻസർ അത് കറക്റ്റ് ആണ്, അത് സ്ട്രോബെറി തന്നെയാണെന്ന് പറയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു സ്ട്രോബെറി ഞാൻ ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞിട്ട് അവനൊരു സ്പെല്ല് അയക്കുന്നുണ്ട്. കൃത്യമായിട്ട് ഒരുപാട് സ്ട്രോബെറികൾ അവിടെ ഇപ്പൊ ഉണ്ടായി വരികയാണ്. രണ്ടാമത്തെ ഇൻഗ്രീഡിയന്റ് 3 സ്ട്രോബെറി ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോയിൻ പോയിട്ട് 3 സ്ട്രോബെറി അവിടുന്ന് പറിക്കുന്നുണ്ട്. ഇപ്പോ അവർ വാച്ച് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇനി മിഡ് നൈറ്റ് ആവുന്നതിന് 1.5 മണിക്കൂർ മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് നമ്മൾ കൊട്ടാരത്തിലേക്ക് പോകുന്നതിന് തന്നെ ഒരു 3/4 മണിക്കൂർ വേണ്ടി വരും. വെറും 3/4 മണിക്കൂർ കൊണ്ട് നമ്മൾ എങ്ങനെ ആ ഒരു ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കണ്ടുപിടിക്കാന്ന് നമ്മുടെ ഹീറോയിനോട് ചോദിക്കുന്നുണ്ട്. നീ പേടിക്കൊന്നും വേണ്ട, അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാന്ന് പറഞ്ഞിട്ട് അവളിപ്പോ അവൻ സമാധാനിപ്പിക്കുകയാണ്. ഇപ്പൊ നമുക്ക് പെട്ടെന്ന് അവിടേക്ക് പോകണമെന്ന് പറയാണ്. ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ മുന്നോട്ടേക്ക് ഓടുന്നുണ്ട്. ഇനി സ്ട്രോബെറി സീസൺ വരണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം എടുക്കും, അതുവരെ കാത്തിരിക്കാനായിട്ട് പറ്റില്ല. ഒരു 4-5 സ്ട്രോബെറി അവനിപ്പോ അവിടുന്ന് പറിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു സ്ട്രോബെറി കേക്ക് ഉണ്ടാക്കാന്നൊക്കെ തീരുമാനിക്കുകയാണ്. ഇവൻ നട്ട്സ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ആ ഒരു ഡപ്പേന്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് അവിടുന്ന് പോവുകയാണ്. ഇങ്ങനെ നമ്മുടെ ഹീറോയിനും കൂടിയിട്ട് ആ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ കണ്ടുപിടിക്കുന്ന സമയത്ത് ഈ ഒരു ഏഞ്ചൽസിന്റെ ലോകത്തിലുള്ള ആ ഒരു ബോള് അത് കുറച്ചായിട്ട് ഇങ്ങനെ തെളിഞ്ഞു വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഏഞ്ചൽസും തന്നെ നല്ല രീതിക്ക് ഹാപ്പി ആവാണ്. ഇപ്പൊ നമ്മുടെ ഹീറോയിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ആ ഒരു മഞ്ഞ് കൂടെ തന്നെ ഒരുപാട് ദൂരം അങ്ങനെ നടന്നു പോകുന്നുണ്ട്. അവരിപ്പോ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിട്ട് ഇവർ ആ ഒരു കൊട്ടാരത്തിലേക്ക് എത്തിയേക്കാണ്. എന്നാൽ അപ്പത്തേക്കും രാത്രി ആയിട്ടുണ്ടായിരുന്നു. മിഡ് നൈറ്റിന് ഇനി വെറും 3/4 മണിക്കൂറാണ് ഉള്ളത്. അവരാണെന്നുണ്ടെങ്കിൽ നേരെ പോയിട്ട് ആ ഒരു സ്ട്രോബെറികള് റാണിന്റെ അടുത്തേക്ക് കൊടുത്തിട്ട് അടുത്ത റിഡിൽസ് കണ്ടുപിടിക്കാനായിട്ട് അവിടുന്ന് പോവുകയാണ്. ഈ ഒരു ഗ്യാപ്പില് നമ്മുടെ വില്ലൻ പോയിട്ട് ആ ഒരു സ്ട്രോബെറി അടിച്ചു മാറ്റാനായിട്ട് നോക്കുന്നുണ്ട്. എന്നാൽ അവിടെ നിൽക്കുന്നുണ്ടായിരുന്ന നമ്മുടെ ആന്റണി അതിന് സമ്മതിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ വില്ലൻ ഇപ്പൊ ചമ്മി പോകുന്നുണ്ട്. നമ്മുടെ വില്ലൻ ഫെബ്രുവരിനെ വിളിച്ചിട്ട് ഞാൻ പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു നായ എന്നെ കടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് തന്നെ നീ പോയിട്ട് ആ ഒരു സ്ട്രോബെറി എടുത്തിട്ട് വരാൻ പറയാണ്. ഫെബ്രുവരി അങ്ങോട്ടേക്ക് പോയിട്ട് ഇപ്പൊ ആ ഒരു സ്ട്രോബെറി നൈസായിട്ട് അവിടെ എടുത്തിട്ട് വന്നിട്ട് നമ്മുടെ വില്ലന്റെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോ അതിലൊരു സ്ട്രോബെറി എടുത്തിട്ട് വില്ലൻ കഴിക്കുകയാണ്. ബാക്കിയുള്ള സ്ട്രോബെറി ഫെബ്രുവരിക്കും കൊടുക്കുന്നുണ്ട്. ഒന്ന് നീയും കഴിച്ചു എന്ന് പറയാണ്. എനിക്കിതൊന്നും വേണ്ട, സ്ട്രോബെറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് അലർജി ഉള്ളൊരു സാധനമാണ്, അതുകൊണ്ട് തന്നെ എനിക്കിത് വേണ്ടെന്ന് പറയാണ്. വില്ലൻ ഇപ്പോ ആ ഒരു സ്ട്രോബെറി കൂടി കഴിച്ചിട്ട് 3 സ്ട്രോബെറി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സ്പെല്ല് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. 2 ഞാൻ കഴിച്ചിട്ടുണ്ട്, ഇനി ബാക്കി 1 മാത്രമല്ലേ ഉള്ളൂ. ഇനിയിപ്പോ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് അവന്മാര് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിലും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ട്രോബെറി ഈ ബോളിനകത്ത് കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അതും അവിടെ ഇട്ടിട്ട് വില്ലൻ അവിടെ നിന്ന് പോവുകയാണ്. ഇപ്പൊ നമ്മുടെ ഹീറോയിനെയും നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിഡ് നൈറ്റിന് ഇനി വെറും 1/2 മണിക്കൂറേ ഉള്ളൂ. 3ാമത്തെ റെഡിൽ എന്താണ് ഉള്ളതെന്ന് അവരിപ്പോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് സാഡ് ആവുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മളെ കൊണ്ട് അത് ചെയ്യാനായിട്ട് പറ്റും തോന്നുന്നില്ല. 1/2 മണിക്കൂർ കൊണ്ട് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കില്ല എന്നൊക്കെ പറയാണ്. ഹീറോ ആണെന്നുണ്ടെങ്കിൽ ഹീറോയിനെ കൂടിയിട്ട് നേരെ അവന്റെ കിച്ചണിലേക്ക് പോകുന്നുണ്ട്. ഇവനെന്താ ഇങ്ങനെ ഭ്രാന്ത് പിടിച്ചുള്ള പെരുമാറുന്നേ എന്ന് വിചാരിച്ചിട്ട് ഹീറോയിനും അവരുടെ പുറകെ തന്നെ പോകുന്നുണ്ട്. ഹീറോ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ആപ്പിൾ എടുത്ത് കയ്യിൽ പിടിക്കുന്നുണ്ട്. 3ാമത്തെ റിഡിലിന്റെ ആൻസർ ആപ്പിൾ എന്നാണ്. ഇനി വെറും ഒരേ ഒരു റിഡില് അത് മാത്രം കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ സക്സസ് ആവുമെന്ന് പറയാണ്. ഇപ്പോ മഞ്ഞ കളറിലുണ്ടായിരുന്ന ആ ഒരു മാജിക് ബോൾ ചുമന്ന കളറിലേക്ക് മാറിയിട്ടുണ്ട്. ഇനിയിപ്പോ അധികമായിട്ടുള്ള സമയമില്ല, നമുക്ക് 3 പേർക്കും കൂടിയിട്ട് അവനെ പോയിട്ട് ഹെൽപ്പ് ചെയ്യാന്ന് പറയാണ് ഏഞ്ചൽസ്. മാർച്ചും ജൂണും സെപ്റ്റംബറും കൂടിയിട്ട് നേരെ നമ്മുടെ ഹീറോ ഇരിക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് എത്തുകയാണ്. ഇനി വെറും 10 മിനിറ്റ് മാത്രമാണുള്ളത്. പെട്ടെന്ന് അതെന്താന്നുള്ളത് കണ്ടുപിടിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവനെ എൻകറേജ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹീറോ
ഹീറോയും ഹീറോയിനും ചേർന്നിട്ട് അതിപ്പോ എന്താന്നുള്ളത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇനിയിപ്പോ കുറച്ച് സമയം കൂടി ഇല്ലേ, അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ട. ആദ്യം നമുക്ക് റാണിനെ ആ ഒരു ത്രോണിൽ ഇരുത്തണം, എന്നിട്ട് അവിടുന്ന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കാന്ന് പറയാണ്. ഇവർ കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു 3 ഇൻഗ്രീഡിയൻസും കറക്റ്റ് ആണെന്നുള്ളത് ഇവർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവിടെ പോയി നോക്കുന്ന സമയത്ത് ആ ഒരു സ്ട്രോബെറി മാത്രം ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. ഹീറോയിനാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടിട്ട് ഒരുപാട് ഷോക്ക് ആവുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ വില്ലന്റെ അടുത്ത് പോയിട്ട് നീയല്ലേ ഇവിടെ ഉണ്ടായിരുന്നത്, ഉറപ്പായിട്ടും നീ അത് എടുത്തിട്ടുണ്ടാവും എന്നൊക്കെ പറയാണ്. എനിക്കതൊന്നും അറിയില്ല, വേറെ ആരെങ്കിലും വന്നിട്ട് അത് എടുത്തിട്ട് പോയിട്ടുണ്ടാവും എന്നൊക്കെ അവൻ പറയാണ്. സ്ട്രോബെറി ഇല്ലാതെ ഇനിയിപ്പോ എങ്ങനെയാ നമ്മുടെ റാണിയെ നമ്മൾ രക്ഷിക്കുക എന്നൊക്കെ വില്ലൻ ഇപ്പൊ നൈസായിട്ട് അടിച്ചു വിടുന്നുണ്ട്. ആരാ പറഞ്ഞ സ്ട്രോബെറി ഇല്ലെന്ന്? എന്റെ കയ്യില് സ്ട്രോബെറി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഹീറോ അവന്റെ കയ്യിൽ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു എക്സ്ട്രാ സ്ട്രോബെറികള് ആ ഒരു ബോളിലേക്ക് ഇടുന്നുണ്ട്. ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ ഹീറോയിൻ അവസാനമായിട്ടുണ്ടായിരുന്ന ആ ഒരു റെഡിൽ സോൾവ് ചെയ്യുന്നത്. ഫെബ്രുവരി കൊണ്ട് മഞ്ഞ് പെയ്ക്കാനായിട്ട് പറ്റുമല്ലോ, അവനോട് പെയ്ക്കുന്ന അവസാനത്തെ ആ ഒരു മഞ്ഞുണ്ടല്ലോ, അതാണ് അവസാനമായിട്ടുള്ള ഇൻഗ്രീഡിയന്റ് എന്നിങ്ങനെ നമ്മുടെ ഹീറോയിൻ നമ്മുടെ ഫെബ്രുവരിനോട് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ഫെബ്രുവരിനോട് ആ ഒരു മഞ്ഞ് ഉണ്ടാക്കാനായിട്ട് ബാക്കി എല്ലാവരും പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ നമ്മുടെ ഫെബ്രുവരിക്കാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഷോക്ക് ആവുന്നുണ്ട്. അവനിപ്പോ എല്ലാവരെയും മാറി മാറി അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. വില്ലനിപ്പോ ഭയങ്കരമായിട്ട് ചിരിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ സമയത്തിന്റെ റാണീനെ ഒരിക്കലും രക്ഷിക്കാനായിട്ട് പറ്റില്ലെന്നാണ് നിങ്ങൾ പറയുന്നത്. ഞാനാണ് ഇവിടെ നടന്നിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. ഞാനാണ് ഫ്രോസ്റ്റ് ജയന്റ്. ഇവിടെ വെച്ചിട്ട് അവൻ അവന്റെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാണ്. എന്നെ ഇവിടേക്ക് കൊണ്ടുവന്ന് തന്നെ നമ്മുടെ ഫെബ്രുവരിയാണ്. മിഡ് നൈറ്റിന് ഇനി വെറും 5 മിനിറ്റ് ആണുള്ളത്. അതുകൂടി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ലോകം മുഴുവനും കീഴടക്കി ഭരിക്കാൻ പോകുന്നത് ഞാനാണ് എന്നൊക്കെ ഇങ്ങനെ അവൻ പറയാണ്. ഇത് കേട്ടിട്ട് ഫെബ്രുവരിക്കാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് ടെൻഷൻ ആവുകയാണ്. നമ്മൾ രണ്ടുപേരും ചേർന്നിട്ടാണ് ഈ ഒരു ലോകം ഭരിക്കാൻ പോകുന്നതെന്നല്ലേ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. നീ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഈ ഒരു കാര്യം കേട്ടിട്ട് സെപ്റ്റംബറിനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ദേഷ്യം വരുന്നുണ്ട്. നീ എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് അറിയണോ? എനിക്ക് ആരും ഫ്രണ്ട്സ് ആയിട്ടില്ല. എന്നെ മാത്രം നിങ്ങൾ എപ്പോഴും തള്ളി പറയും, കളിയാക്കും, അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യല്ലേ. വർഷത്തിൽ നിങ്ങൾക്ക് 30-31 ദിവസമുള്ള ആൾക്കാരല്ലേ, പക്ഷെ എനിക്ക് മാത്രം വെറും 28 ദിവസമാണുള്ളത്. 4 വർഷത്തില് ഒരിക്കലും മാത്രമാണ് എനിക്ക് 29 ദിവസം കിട്ടുന്നത്. എനിക്ക് ഇവിടെയുള്ള നിയമങ്ങളൊന്നും ഇഷ്ടമല്ല. എനിക്ക് ഒറ്റയ്ക്ക് ഈ ഒരു ലോകം ഭരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഫ്രോസ്റ്റ് ജയന്റിനെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതെന്ന് അവനിപ്പോ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ സെപ്റ്റംബർ ആണെന്നുണ്ടെങ്കിൽ എടാ നീ എന്തൊക്കെ ഈ പറയുന്നത്? നിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ്. നീ എത്ര ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് നിനക്ക് അറിയില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ ഒരുത്തനായിട്ടാണ് നിന്നെ ഇതുവരെ കണ്ടിട്ടുള്ളൂ. നിന്നെ വേറെ ഒരാളായിട്ടൊന്നും ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല എന്ന് പറയാണ്. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഫെബ്രുവരിനെ ഇപ്പൊ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് അവന്റെ ആ ഒരു മൈൻഡൊക്കെ റെഡിയാക്കി എടുക്കുകയാണ്. ഇവരിപ്പോ നൈസായിട്ട് കൺവിൻസ് ആയി വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോ വില്ലനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ടെൻഷൻ ആവുന്നുണ്ട്. എന്താണ് അത് അങ്ങനെയൊക്കെ നോക്കി നിൽക്കുന്നത്? എന്നെ വെറുതെ പേടിപ്പിക്കില്ലേ? ഇനി വെറും 5 മിനിറ്റിന് ശേഷം ഞാൻ രാജാവ്, നീ മന്ത്രി. അവര് പറയുന്ന ഒരു കാര്യവും നീ കേൾക്കണ്ടെന്ന് പറയാണ്. ഫെബ്രുവരിക്കാണെന്നുണ്ടെങ്കിൽ ഇവൻ പറയുന്ന എല്ലാം കേട്ടിട്ട് ഭയങ്കര ടെൻഷൻ ആവുന്നുണ്ട്. നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ഈ ഒരു ലോകം ഭരിക്കണം എന്നല്ലേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? എന്നിട്ട് ഇപ്പൊ നീ രാജാവ്, ഞാൻ മന്ത്രിന്നോ? നിന്റെ കീഴിൽ ജോലി ചെയ്യാനായിട്ട് എനിക്ക് എന്തായാലും പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാനിപ്പോ മഞ്ഞ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവാന്ന് പറഞ്ഞിട്ട് അവനിപ്പോ അവന്റെ ആ ഒരു മാന്ത്രിക ശക്തി ഉപയോഗിച്ചിട്ട് അവിടെ മഞ്ഞ് പെയ്യുന്നുണ്ട്. അവസാനമായിട്ടുള്ള ആ ഒരു ഇൻഗ്രീഡിയന്റും ഈ ഒരു ബൗളിലേക്ക് വന്ന് നിറഞ്ഞതുകൊണ്ട് തന്നെ അവിടെ വെച്ചിട്ട് ഒരു മാജിക് പോർഷൻ ഉണ്ടാവുന്നുണ്ട്. ഇപ്പോ മിഡ് നൈറ്റ് ആവാനായിട്ടുണ്ട്. ഇപ്പൊ ക്ലോക്കില് ഒരു 12 ബെല്ലടിയൂലേ, ആ ഒരു ബെല്ല് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. വില്ലനാണെന്നുണ്ടെങ്കിൽ ഇവരെ തടുക്കാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. ഇപ്പൊ എല്ലാ ഏഞ്ചൽസും കൂടിയിട്ട് അവനെ പോയിട്ട് തടുക്കാണ്. ഫെബ്രുവരി ആണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു പോർഷൻ എടുത്തിട്ട് നമ്മുടെ റാണിക്ക് കൊണ്ടേ കൊടുക്കുന്നുണ്ട്. ഈ ഒരു ബെല്ല് അടിച്ച് തീരുന്നതിന് മുന്നേ റാണി ആണെന്നുണ്ടെങ്കിൽ ആ ഒരു മരുന്നൊക്കെ കുടിച്ചിട്ട് ഇപ്പൊ ഉഷാറായി വരികയാണ്. അവിടെ ഭയങ്കര പവർഫുൾ ആയിട്ട് നമ്മുടെ വില്ലൻ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അവനിപ്പോ നിലത്ത് വീണിട്ട് ഒരു ഐസ് കട്ടായിട്ട് മാറിയിട്ട് അതിപ്പോ പൊട്ടിത്തെറിച്ച് പോകുന്നുണ്ട്. അങ്ങനെ എല്ലാം നല്ല രീതിയിൽ നോർമലായിട്ട് വരികയാണ്. റാണി അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ശക്തികൾ ഉപയോഗിച്ചിട്ട് മാർച്ച് മാസം തുടങ്ങി വെക്കുകയാണ്. ഇത് കണ്ടിട്ട് 12 ഏഞ്ചൽസിനും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ഈ ഒരു മഞ്ഞുകാലം എല്ലാം കഴിഞ്ഞിട്ട് മാർച്ച് മാസത്തില് ആ ഒരു വസന്തകാലം വന്നിട്ടുണ്ട്. മാർച്ച് മാസത്തിന്റെ ഏഞ്ചില് പുതിയ പൂക്കള്, പഴങ്ങള്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് അവിടെയുള്ള എല്ലാവരെയും സന്തോഷപ്പെടുത്തുന്നുണ്ട്. ഹീറോയിനും ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ആൾക്കാരുടെ കൂടെ ചേർന്നിട്ട് ഭയങ്കര ജോളിയായിട്ട് തന്നെ പാട്ടൊക്കെ പാടി ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഹാപ്പി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ റാണീന്റെ നായായിട്ടുള്ള ആ ഒരു ആന്റണിയിലെ അവനും ഈ ഒരു സെലിബ്രേഷനിൽ കൂടുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഹാപ്പി ആയിരിക്കുന്ന ഈ ഒരു സീനും കാണിച്ചിട്ട് ഈ ഒരു സിനിമ ഇവിടെ വെച്ച് കഴിയാണ്. എങ്ങനെയുണ്ട് ഗൈസ്? വളരെ ചെറിയൊരു സ്റ്റോറി ആയിരുന്നു എന്നുള്ളത് അറിയാം. എന്നാലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കണേ. അതുപോലെ തന്നെ എപ്പോഴും പറയാറുള്ളത് പോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്ത് വെക്കാനായിട്ട് മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.